ഈ വാർത്തകൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങളിത് മുന്നേ കണ്ടിട്ടുള്ള ഒരു വാർത്തയായിരിക്കാം. അത് പത്രമാധ്യമങ്ങളിലായാലും പ്രധാനപ്പെട്ട ടി.വി. തൃക്കാക്കര ചാനലുകളിലായാലും പോലീസ് ഒക്കെ ഈ വാർത്ത കേസെടുത്തു. നിങ്ങൾ 2 കേട്ടിട്ടുണ്ടാവും. വർഷത്തിനിടെ വിവാഹ ലഹരി അടക്കം വാഗ്ദാനം നൽകി ഉപയോഗിച്ച് 6 തവണ പീഡിപ്പിച്ചു പലയിടങ്ങളിൽ വെച്ച് എന്നുള്ള വേടൻ കേസ്. പീഡിപ്പിച്ചുവെന്നാണ് അത് പരാതി. പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലും ബലാത്സംഗ 2021 കേസുകൾക്ക് ഓഗസ്റ്റ് മുതൽ തുല്യമായിട്ടുള്ള 2023 മാർച്ച് ഭീകരത വരെയുള്ള ചാലിച്ചുകൊണ്ട് കാലയളവിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇതില് കമന്റുകളിൽ വരുന്ന ഈ ചർച്ച പത്രമാധ്യമങ്ങളിലോ ന്യൂസ് ചാനലുകളിലെ അന്തിച്ചർച്ചകളിലോ അല്ലെങ്കിൽ ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായത് അവരോ ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്? അതിനാരും സംസാരിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. ഇതിനെപ്പറ്റി പൊതുവേ ആരും സംസാരിക്കുന്നില്ല എന്ന് തികച്ചു പറയാനും പറ്റില്ല. ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെ മെയിൽ ഷോവിനിസ്റ്റിക് ടെൻഡൻസീസോട് കൂടി ഈ അടുത്ത ബസ്സില് അതിക്രമം കാണിച്ച് ആ പയ്യനെ പിടിച്ച് പൂമാലയിട്ട് കൊടുത്ത ആ ഒരു പുരുഷ സംരക്ഷണ ടീംസാണ് ഇതിനെപ്പറ്റി പൊതുവെ സംസാരിക്കാറ്. അതല്ലാതെ ലിബറലായിട്ട് ഓക്കെ ഈ നിയമങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാരും ചർച്ച ചെയ്യാറില്ല. കാരണം ഇത് പൊതുവെ പുരുഷനെ മാത്രം ബാധിക്കുന്ന വിഷയം ആയതുകൊണ്ടാണ്. അതൊരു പ്രശ്നമാണ്. കാരണം പുരുഷന് വേണ്ടി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഇഷ്യൂ ആണെങ്കിൽ പോലും പുരുഷന് വേണ്ടി സംസാരിക്കുന്നത് അത്ര പുരോഗമനപരമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ കാരണം ഇതുപോലെ പുരുഷന്മാർ മുഴുവൻ കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ കുറച്ചുള്ളത് കൊണ്ടാണ്. അതല്ലാത്തവരും ഇതിനെപ്പറ്റി പുരോഗമനം സംസാരിക്കുന്നവർക്കും മെയിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന് കരുതി അവര് മുഴുവൻ അപകടത്തിലാണെന്നല്ല. ചില പ്രശ്നങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കലി ഇവിടെയുള്ള വിവാഹ സങ്കല്പത്തിൽ ആണ് പെണ്ണിന് ചിലവിന് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിവാഹത്തിൽ ചതിക്കപ്പെടാനുള്ള സാധ്യത പെണ്ണിന് കൂടുതലായതുകൊണ്ട് വിവാഹ വാഗ്ദാനം, പ്രോമിസ് ഓഫ് മാരേജ്, അതിന്റെ പുറത്തുണ്ടാവുന്ന ബന്ധങ്ങൾ വാല്യൂ ചെയ്യപ്പെടണം. അതിൽ നിന്നാണ് ഈ നിയമം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ നിയമം എന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇത് ആൾക്കാർ ഇൻട്രസ്റ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ. ഈ നിയമത്തിന്റെ പ്രശ്നം എന്താണെന്ന് മാത്രമാണ് പ്രധാനമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ നിയമം എന്താണ്, ഇതിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതിൽ അഡ്രസ് ചെയ്യപ്പെടാത്ത പ്രശ്നങ്ങൾ എന്താണ്. ഇതിന്റെ പ്രധാന പ്രശ്നം, നിങ്ങളൊരു ഇന്നത്തെ കാലത്ത് ഒരു റിലേഷൻഷിപ്പിലാണെന്ന് കരുതുക. നിങ്ങൾ ഒരാളായിട്ട് ഇഷ്ടപ്പെടുന്നു, അടുക്കുന്നു, നിങ്ങൾ തമ്മിൽ പല രീതിക്കുള്ള ബന്ധങ്ങളും ഉണ്ടാകും. ശേഷം അവര് നിങ്ങൾക്ക് ചേർന്ന ഒരാളല്ല എന്ന് കരുതിയാൽ, എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ പറയാണ് എനിക്കിനി ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾ അയാളായിട്ട് അടിയുണ്ടാക്കിയത് കൊണ്ടായിരിക്കാം, നിങ്ങൾ അയാളുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളും അയാളും ചേർന്ന് പോകില്ല, കോമ്പാറ്റബിലിറ്റി ഇല്ല, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ആയിരിക്കാം. പക്ഷേ ഇത് ഏത് കാരണം പറഞ്ഞാലും ഈ നിയമം അവിടെയും എടുത്തുപയോഗിക്കാൻ പറ്റും. കാരണം പ്രോമിസ് ഓഫ് മാരേജ് ഉണ്ടായിരുന്നു, നിങ്ങൾ കല്യാണം കഴിച്ചെന്നൊക്കെ ആദ്യം നിങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി ഇത് നടക്കില്ല, നിങ്ങൾ ബ്രേക്കപ്പ് ആയി. ഈ നിയമം നിങ്ങൾക്കെതിരെയും എടുത്തുപയോഗിക്കാൻ പറ്റും. ഇതേ വാർത്ത നിങ്ങളെ പറ്റിയും വരാം. സോ റിലേഷൻഷിപ്പിൽ കടക്കുന്ന സമയത്ത് പ്രോമിസ് ഓഫ് മാരേജ് എന്ത് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. കോടതികൾ ഇതിനെ അഡ്രസ് ചെയ്തു തുടങ്ങി. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർ ഇപ്പോഴും കേസ് എടുക്കുന്നത് ഇതേ വകുപ്പുകൾ വെച്ചിട്ട് തന്നെയാണ്. വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ റിലേഷൻഷിപ്പിലായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ആവാനുള്ള പോസിബിലിറ്റി പോലും ഈ നിയമം എടുത്ത് ഉപയോഗിച്ചാൽ ഇല്ല. ഈ നിയമം ഉപയോഗിച്ചിരുന്നത്, ശരിയായ രീതിക്ക് ഉപയോഗിച്ചിരുന്നത്, പണ്ടൊരു കാലത്ത് കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രോമിസ് കൊടുക്കുകയും അയാൾ ആ ഒരു കാരണപ്പുറത്ത് മാത്രം ഇയാളുമായിട്ട് ലൈംഗികമായി ബന്ധപ്പെടുകയും അത് കഴിഞ്ഞ് ആവശ്യം കഴിയുമ്പോൾ അവരെ തള്ളി കളയുകയും ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട നിയമമായിരുന്നു ഇത്.